ഈ ദീപാരാധനയ്ക്ക് ശേഷം കിഴക്കൻ ചക്രവാളത്തിൽ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ദിവ്യ ജ്യോതിസ് കാണുവാനായിട്ടാണ് ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ സ്ഥലങ്ങളിലായി തമ്പടിച്ചിരിക്കുന്നത്. ഈ ചരിത്ര നിമിഷം, ഈ സുവർണ നിമിഷം, ഭക്തിയുടെ പാരവശ്യത്തിലെത്തി നിൽക്കുന്ന ഈ നിമിഷത്തിനായിട്ടാണ് ഭക്തസഹസ്രങ്ങൾ, ഭക്തലക്ഷങ്ങൾ കാത്തിരുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ മന്ത്രങ്ങളോടുകൂടി, ശരണം വിളികളോടുക കിഴക്കൻ ചക്രവാളത്തിൽ പൊന്നമ്പലമേട്ടിൽ ദീപാരാധനയ്ക്ക് സമയത്ത് തന്നെ ദിവ്യ ജ്യോതിസ് തെളിയുന്ന മനോഹരമായ കാഴ്ച. ഭക്തസഹസ്രങ്ങളുടെ, ഭക്തകോടികളുടെ കണ്ടങ്ങളിൽ നിന്ന് ഉയരുന്ന ശരണം വിളികളിതാ ഇവിടെ അലയടിക്കുകയാണ്. സന്നിധാനം മുഴുവനും ആ ശരണമന്ത്രങ്ങൾ അലയടിക്കുന്ന ദിവ്യമായ ആ കേൾവി, ആ മന്ത്രങ്ങളുടെ അലയൊലിവിൽ ഒന്നാമത്തെ ജ്യോതി തെളിഞ്ഞ് രണ്ടാമത് വീണ്ടും ദിവ്യ ജ്യോതിസ് ആ പൊന്നമ്പലമേട്ടിലെ ചക്രവാളത്തിൽ ഉദിച്ചുയർന്നു. ആ ദിവ്യ ജ്യോതിസ് കണ്ട് ജ്യോതിസ്വരൂപനായ ഭഗവാൻ ശ്രീ മണികണ്ഠന്റെ, ധർമ്മശാസ്താവിന്റെ ജ്യോതിസ്വരൂപനായ പ്രപഞ്ചശക്തിയായ ഭഗവാനെ കൺകുളിർക്കെ ജ്യോതിസ്വരൂപമായി ആരാധിക്കുന്ന ആ പരിപാവനമായ പവിത്രമായ ആ നിമിഷത്തിന് ലോകം മുഴുവൻ സാക്ഷിയാകുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ ആ മന്ത്രധ്വനികളോടുകൂടി ഈ അന്തരീക്ഷം മുഴുവൻ ശരണമന്ത്രങ്ങളാൽ അലയടിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഭഗവാന്റെ ദിവ്യ ജ്യോതിസ് മൂന്നാമതും തെളിഞ്ഞ് ഭഗവാന്റെ ഈ മകരസംക്രമ സന്ധ്യയിലെ ദിവ്യ നക്ഷത്രം ആകാശത്തിന് മുകളിലായി മിന്നിത്തിളങ്ങി ഉദിച്ചു നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം. ആ ആകാശത്തിന് മകര ജ്യോതിസ് തെളിഞ്ഞതിന് തൊട്ടുമുകളിലായി മകരനക്ഷത്രം മിന്നിത്തിളങ്ങുന്ന കാഴ്ചയും ഭക്തർക്ക് ഈ ചാനലിലൂടെ കാഴ്ച കാണാവുന്നതാണ്. അതാണ് മകര നക്ഷത്രം. ആ മകര നക്ഷത്രത്തിന്റെ ചാഴയായിട്ടാണ് ദിവ്യ ജ്യോതിസ് തെളിഞ്ഞിരിക്കുന്നത്.